എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കലാവതി മുത്തശ്ശി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ചന്ദ്രമതി ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. രേവതിക്കും ശ്രുതിക്കും വർഷയ്ക്കും ഫുഡൊക്കെ വാരി കൊടുത്തിരിക്കുന്നു. രേവതിനെ ആണെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ച ചന്ദ്രമതി, പക്ഷെങ്കില് കലാവതി മുത്തശ്ശിയുടെ ഇടപെടലിൽ മൂലമാണ് രേവതിക്കാണെങ്കിൽ ഫുഡൊക്കെ വാരി കൊടുത്തേ. പക്ഷെ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, നീ മരുമക്കളെല്ലാം ഒരേപോലെ കാണാനായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ആരോടും ഇഷ്ടക്കൂടുതലും വേണ്ട, അല്ലെങ്കിൽ ആരോടും ഇഷ്ടക്കുറവും വേണ്ടെന്ന് പറയണ, എല്ലാരും ഒരേപോലെ കാണണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഓ ഞാൻ എല്ലാരും ഒരേപോലെയൊക്കെയാ കാണുന്നതെന്ന് പറയാ. രവീന്ദ്രൻ പറഞ്ഞു, പറച്ചില് മാത്രമല്ലോ അങ്ങനെ ഉള്ളല്ലോ, അല്ലാതെ പ്രവൃത്തിയിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയാ. അത് രവിയേട്ടാ, അങ്ങനെ തന്നെ രവിയേട്ടൻ എന്നോട് പറയണമെന്ന് പറയാ. ഇത് കേട്ടപ്പം കലാമതി മുത്തശ്ശി പറഞ്ഞു, അതെ മൂന്ന് മരുമക്കളെ ഒരേപോലെ കാണണം, എങ്കിൽ മാത്രമേ ഇനിയിപ്പം വയ്യാതെ കിടക്കുന്ന സമയത്ത് നിന്നെ ഏത് മരുമകളാ നോക്കണമെന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോ നീ തള്ളിക്കളയുന്നവരായിരിക്കും നിന്നെ നോക്കാനുള്ളായിരിക്കും ഒക്കെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ചന്ദ്രമതിക്ക്. പിന്നെ കലാവതി മുത്തശ്ശിനെ എതിർത്ത് പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാതിരുന്ന് എല്ലാം കൂടെ കേൾക്കണം. ഈ സമയം സച്ചിക്കാണെങ്കിലും രവീന്ദ്രനാണ് ഭയങ്കര സന്തോഷമായി. സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ ചെയ്ത്. കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് രേവതിക്കാണെങ്കിൽ ഫുഡൊക്കെ കലാവതി മുത്തശ്ശിയുടെ മുൻപേ ചന്ദ്രമതി വാരി കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ വാരി കൊടുത്തിട്ടൊന്നുമില്ല. പിന്നീട് ഫുഡെല്ലാം കഴിച്ച് അവര് സ്വന്തം മുറിയിലേക്കൊക്കെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അല്ല എന്താ ശ്രുതി ആലോചിക്കണേ? ഒന്നുമില്ല എന്ന് പറയണ. നിനക്കെന്താ ഈ വീടൊന്നും ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. എനിക്ക് ആകെപ്പാടെ ഒരു ഭയം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നിന്നെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് നിനക്ക് ഈ വീട് ഇഷ്ടപ്പെടുമെന്ന്. കാരണം ചെറിയ മുറികളൊക്കെ അല്ലേ, അവിടെ മലേഷ്യയില് വലിയ മുറികളിലൊക്കെ താമസിച്ചോണ്ടിരുന്നല്ലേ നീ. എന്റെ വീട്ടിലാണെങ്കിൽ ശരി അത്യാവശ്യം വലിയ മുറികളും കാര്യങ്ങളൊക്കെയാ, പക്ഷെ ഇവിടെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നും നിന്ന് തിരിയാനായിട്ട് ഇടവില്ലാത്ത പോലെ അല്ലേന്ന് ചോദിക്കാം. അതിലൊന്നും വലിയ കഥയില്ല. എനിക്കല്ലേലും ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പിന്നെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് വിളിക്കണ്ടായിരുന്നു നിന്റെ ഇളയച്ചനെ, നമ്മുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചാൽ മതിയായിരുന്നു പറയാം. അതെന്താ? അല്ല ഇവിടെ അത്ര സൗകര്യങ്ങളൊന്നും പോരല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഇളയച്ചനെ ഈ ഗ്രാമങ്ങളോടൊക്കെ താല്പര്യ, അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറയാം. ഓ രക്ഷപ്പെട്ടു. അല്ല ഇന്നിന് നിന്റെ ഇളയച്ചൻ വരത്തില്ലോ അല്ലേ? ഇന്ന് വരത്തില്ല, നാളെ വരത്തുള്ളൂ എന്ന് പറയണം. ശരി എന്നാ കിടന്നോ, ഉറങ്ങിക്കോളാൻ പറയണം. അങ്ങനെ ശ്രുതി കിടക്കുവാണ്. പക്ഷെ ശ്രുതിക്ക് ഉറക്കം വരുന്നില്ല. ശ്രുതിയുടെ നെഞ്ച് പടപട അടിച്ചോണ്ടിരിക്കാം. നാളെ ആ ബീരാൻ വരും. നാളെ ബീരാൻ വന്നു കഴിയുമ്പോ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. എവിടെയെങ്കിലും അയാൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യം ഗോവിന്ദ, തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ചന്ദ്രമതിയുടെ സ്വഭാവം ശരിക്കും എനിക്കറിയാം. അതൊക്കെ ഓർത്തിപ്പോ ഉള്ള ഉറക്കം നഷ്ടപ്പെട്ട് ശ്രുതി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ആ സമയം മുറിയിലേക്ക് വന്ന വർഷം ഇങ്ങനെ അവിടെ ഇരുന്ന് ക്രീമൊക്കെ എടുത്ത് കയ്യിലേക്ക് പുരട്ടുവാണ്. ഇതെന്താ വർഷം കുറെ ക്രീമൊക്കെ എടുത്ത് പുരട്ടുന്നേ? അതെ കൊതുകുണ്ട്. ഈ ക്രീമൊക്കെ പുരട്ടുവാണെങ്കിൽ കൊതുക് ശല്യം കാണത്തില്ലെന്ന് പറയാം. അതെ ഒന്ന് രണ്ട് കൊതുകല്ലേ ഉള്ളെന്ന് പറയാണ് ശ്രീകാന്ത്. ഒന്ന് രണ്ടാണെങ്കിലും അത് കൊതുക് തന്നെയല്ലേ, അത് കുത്തിയിട്ടുണ്ട് നമ്മുടെ ചോര തന്നെയല്ലേ കുടിക്കണേ. ഇതേ ശ്രീകാന്ത് ഇച്ചിരി ക്രീം പുരട്ടിക്കോളാൻ പറഞ്ഞിട്ട് ശ്രീകാന്തിനും കൊടുക്കുകയാണ്. എന്നിട്ട് അവര് സംസാരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ വർഷം പറഞ്ഞു, ഇപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയാം. എന്ത് കാര്യം? അല്ല നിങ്ങളുടെ സച്ചേട്ടൻ ഇങ്ങനെ ആയത് എങ്ങനെയാന്നുള്ള കാര്യം. എന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടുത്തെ കലാവതി അച്ഛമ്മയുണ്ടല്ലോ, കലാവതി അച്ഛമ്മയുടെ സംസാരം കേട്ടോ. കലാവതി അച്ഛമ്മ ആരുടെ മൈൻഡ് ചെയ്യാറില്ല, എല്ലാം വെട്ടി തുറന്നു പറയുന്നൊരു സ്വഭാവമാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും അതെ, ഓരോ ജോലികളൊക്കെ എന്നെ കൊണ്ടൊക്കെ ആണെങ്കിലും ഓരോന്ന് പറയിച്ച് ഓരോ ജോലികളൊക്കെ ചെയ്യിക്കുന്നുണ്ടോ, അതുപോലെ തന്നെയാ നിങ്ങളുടെ സച്ചേന്റെ സ്വഭാവം എന്ന് പറയാം. മുഖം നോക്കൂല, എല്ലാം കൂടെ വിളിച്ചു പറയുമെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, അത് നല്ലൊരു കാര്യമല്ലേ നിൽക്കും. പിന്നെ നല്ലൊരു കാര്യം, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല ഒന്നും നോക്കുന്ന പോലില്ല. ജോലി ചെയ്യിക്കാനൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന കാണുമ്പോ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരും അച്ഛമ്മ. എനിക്ക് അതും കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണ. അതെ അച്ഛമ്മ പാവ, ആള് ഒത്തിരി പാവ, ഇന്നസെന്റ് ആന്ന് പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് ശ്രീന വർഷ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ ഇന്നസെന്റ് ആണെന്നും തോന്നുന്നില്ല എന്ന്. അതെന്താ അങ്ങനെ? അല്ല എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, 2-3 ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ മതിയാവുള്ളൂ. കാരണം അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ട്. വല്ല കാലത്തും അല്ലേ ഇങ്ങോട്ടേക്ക് എല്ലാവരും വരാറുള്ളൂ, അല്ലാതെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാറില്ലോ. ആകെപ്പാടെ നേരത്തെ സച്ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നു. സച്ചേട്ടൻ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നേ. സച്ചേട്ടൻ അതുകൊണ്ട് ഇവിടെ എല്ലാവരും അറിയാം, എല്ലാവരും നല്ല പരിചയം ഉണ്ടെന്ന് പറയാം. അത് മനസ്സിലായി. ഇവിടെ വന്ന് കഴിഞ്ഞ് നിങ്ങളുടെ സച്ചേട്ടന്റെ മുഖത്ത് തെളിച്ചം കാണായിരുന്നു. ആ വീട്ടിൽ വെച്ച് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അത് പിന്നെ സച്ചേട്ടൻ ഇവിടെയാണ്, ഇതാണ് സ്വന്തം വീട്. അച്ഛമ്മയെന്ന് പറഞ്ഞ സ്വന്തം അമ്മേനെക്കാളും കാര്യമെന്ന് പറയാണ്. ഈ സമയം രേവതി അവിടെ നിന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന്
കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ നീ എന്താ ഈ സമയത്തും പൂ കെട്ടിക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, രാത്രി കെട്ടി വെച്ചിട്ട് കിടക്കാനായിരിക്കും. അത് തന്നെ, രാത്രി കെട്ടി വെച്ചിട്ട് കിടക്കാനാ രാവിലെ എളുപ്പമുണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടുകൊണ്ട് വന്ന ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാതിരാത്രി മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ കിടന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് പായൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇടുവാണ്. കാരണം വേറെ മുറികളൊന്നും ഇല്ല ഇനി. അവര് ഹാളിൽ കിടക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ. അപ്പൊ അവിടെ ചെറിയ കട്ടിലിട്ടിട്ട് അത്തേലാണ് മുത്തശ്ശി കിടക്കണേ. ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, അല്ല പൂ കെട്ടുന്നതിന് എന്താ കുഴപ്പം ചന്ദ്രൻ ചോദിക്കാം. പിന്നെ പൂ കെട്ടുന്നത് ഭയങ്കര ഫസ്റ്റാന്ന് പറയണ. കലാവതി മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ നീ പറയല്ലെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, ഒന്നുമല്ലേലും ദേ നിന്റെ പേരില് ഒരു പൂക്കട തന്നെ തുടങ്ങിയിരിക്കുവല്ലേ രേവതി എന്ന് പറയാം. പിന്നെ വലിയൊരു പൂക്കട വന്നിരിക്കുന്നു, എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബിസിനസ് അല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറയാം. കലാവതി മുത്തശ്ശി പറഞ്ഞു, പൂക്കടക്ക് എന്താ ചന്ദ്രമതി കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്ന് പറയണ. അതെ, ഈ ലോകം മുത്തവേ മണം പരത്താനായിട്ട് കഴിവുള്ള ഒരു വസ്തുവായി പൂവ്, അറിയാലോ. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, അത് ശരിയാ അച്ഛൻ പറഞ്ഞേ. ഈ പൂവെന്ന് പറഞ്ഞ് നമ്മള് മരിച്ച വീട്ടിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും എന്തിനും ഏത് ആഘോഷത്തിനും നമ്മൾ പൂ ഉപയോഗിക്കും, ശരിയല്ലേന്ന് ചോദിക്കാം. അത് ശരി തന്നെയാ, ശരി തന്നെയാന്ന് പറയണേ. എല്ലാവരും അതിനിപ്പോ ജാതി മത ഭേദമന്യേ എല്ലാവരും പൂ ഉപയോഗിക്കുന്നവരാ. ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും കല്യാണത്തിനും കാര്യങ്ങൾക്കും എല്ലാവരും പൂവൊക്കെ ഉപയോഗിക്കുന്നു പറയാം. ഇത് അമ്മയ്ക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവോ അച്ഛമ്മേ? അമ്മയ്ക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടോന്ന് ചോദിക്കാം. അതേടാ, അമ്മയ്ക്ക് അതിനുള്ള ബുദ്ധിയും ബോധമില്ല, ഇനി എന്റെ നെഞ്ചത്തേക്ക് നീ കയറിക്കോ എന്നൊക്കെ ചന്ദ്രമതി പറയാണ്. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ നിനക്ക് നിന്റെ മരുമകളോട് താല്പര്യക്കുറവായതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ എന്ന് പറയണം. ഇത് കേട്ട ചന്ദ്രമതി പറഞ്ഞു, എന്റെ പേരിൽ അവള് പൂക്കട തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയോട് കലാവതി മുത്തശ്ശി പറഞ്ഞു, അന്നെങ്കിൽ നിന്റെ പേരിൽ മറ്റേ ശ്രുതി ബ്യൂട്ടി പാർലർ തുടങ്ങിയല്ലോ, അത് നിനക്ക് കുഴപ്പമില്ല. എനിക്ക് ആ ബ്യൂട്ടി പാർലർ ഇതുപോലെയാണോ? നല്ല അടിപൊളിയല്ലേ, നല്ല ബ്യൂട്ടി പാർലർ, അത് പറയുമ്പോൾ നല്ലൊരു അന്തസ്സല്ലേ നിൽക്കും. ഓ, മുടിവെട്ട് കടയ്ക്ക് ഇത്ര വലിയ അന്തസ്സുണ്ടോന്ന് ചോദിക്കും. പൂക്കട പോലെ തന്നെ മുടിവെട്ട് കട എന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, ഈ മുടിവെട്ട് കടയെന്നൊന്നും പറയല്ലമ്മേന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അവൾക്ക് കുറച്ചില്ല എന്ന് പറയാണ്. ചന്ദ്രമതിയുടെ ഈ പറച്ചിലെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കലാവതി മുത്തശ്ശിക്കും ഇഷ്ടപ്പെട്ടില്ല. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയാന്ന് പറഞ്ഞാലും നീ എല്ലാ മരുമക്കളും ഒന്നായിട്ട് കാണാനായിട്ട് പഠിക്കണം. ഇപ്പം രേവതി കാണിക്കണ സ്നേഹം അത് നിനക്ക് ഇന്ന് മനസ്സിലായെന്ന് വരത്തില്ല, പക്ഷെ ഒരു പക്ഷെ നാളെ നീ അത് മനസ്സിലാക്കും എന്നൊക്കെ പറയണം. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അല്ല കിടക്കണില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, കിടക്കണമെന്ന് പറയാം. നാളെ ഇങ്ങനെയൊന്നും ആയിരിക്കരുത്, നാളെ ശ്രുതിയുടെ ഇളയച്ചൻ വരും, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, നാളെ വരുമ്പോൾ നീ ദൈവത്തെ ഓർത്ത് ആ വാ എന്ന് തുറക്കാതെ വെക്കണമെന്ന് പറയണം. നീ വാ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയണമെന്ന് പറയാം. ഇത് കേട്ട സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു, കേട്ടില്ലേ അച്ഛമ്മ പറയണേ, ഒരിളയച്ചൻ വരുവാന്ന് പറഞ്ഞ് എന്തിനു ബിൽഡപ്പാ കൊടുക്കണേന്ന് പറയണം. എന്താ ഇളയച്ചൻ വരത്തില്ലേ, നിനക്ക് എന്തായാലും സംശയം ഉണ്ടോന്ന് ചോദിക്കും. രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ചന്ദ്രേ അതിന് വന്നിട്ട് പോരെ പറയണേ, അത് വരട്ടെ, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. എന്താ നാളെ വരില്ലെന്ന് രവിയേട്ടന് വല്ല ഇതുണ്ടോന്നോ? നാളെ വരും, എനിക്ക് ഉറപ്പാന്ന് പറയണം. അപ്പോഴേക്കാണ് ശ്രുതി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്, വെള്ളം എടുക്കാനായിട്ട് പോവാണ്. പെട്ടെന്ന് ശ്രുതിനെ വിളിച്ചിട്ട് ചന്ദ്ര ചോദിച്ചു, അല്ല മോളെ നിന്റെ ഇളയച്ചൻ വരില്ലെന്ന് ചോദിക്കാം. ഇന്ന് വരില്ല, പക്ഷെ നാളെ വരുമെന്ന് പറയണ, കണ്ടില്ലേ നാളെ വന്നാ മതി എന്നൊക്കെ പറയണം. ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് പോയി. എന്റെ ഭഗവാനെ, ഇവരൊക്കെ എന്തായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെ ഇളയച്ചൻ എന്തോ വലിയ ഇതാന്ന്, പക്ഷെ ആ ബീരാനാ വരുന്നതെന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ. ഇനിയെങ്ങാനും വരാതിരിക്കോ, ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. അയാളെങ്ങനെ വഞ്ചിക്കോ എന്നൊരു ടെൻഷൻ. പിന്നീട് ശ്രുതി അപ്പൊ തന്നെ ഫോണും എടുത്തുകൊണ്ട് പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. എന്നിട്ട് നേരെ വിളിക്കുന്ന മീരയുടെ ഫോണിലേക്കാ. വിളിച്ചപ്പോ മീര ചോദിച്ചു, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കാം. അതെ, എന്റെ ഉറക്കം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുമെന്ന് പറയാം. അതിന് കാരണം എന്താ? ഇനി നാളെ ആ ബീരാൻ വരുമോ? നിനക്ക് എന്താ സംശയം? അയാൾ വരുമെന്ന് പറയാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ട്. അയാളങ്ങ് വന്നില്ലെങ്കിൽ എന്റെ ചീട്ട് കയറി ഇവിടുത്തെ. ഇവിടുത്തെ എന്റെ അമ്മായിമ്മയൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാ അയാൾ വരുന്ന ഓർത്തിട്ട്. അരി നീ ആ കാര്യം ഓർത്ത് പേടിക്കണ്ട, അയാളെ ചതിക്കുന്നവനൊന്നും അല്ലെന്ന് പറയാം. എനിക്ക് പേടി അതല്ല, സ്വർണ്ണ ആഭരണങ്ങളും എല്ലാം അയാളുടെ കയ്യിലുണ്ടല്ലോ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, അയാൾ അതുകൊണ്ട് മുങ്ങുമെന്ന്. ആ കാര്യത്തിലൊന്നും ഒരു പേടിയുണ്ട, അയാൾ മുങ്ങാനൊന്നും പോകുന്നില്ല. അയാൾ അത്രക്കാരനൊന്നും അല്ല, എനിക്ക് അയാളെ ശരിക്കും അറിയാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, സുഖമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്റെ ഉറക്കം നഷ്ടപ്പെട്ട് അയാൾ ഇനി വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും അഭിനയിക്കുന്നത് എനിക്കറിയില്ല. എന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോ എന്നൊരു സംശയമൊക്കെയാണെന്ന് പറയണേ. കള്ളത്തരങ്ങളൊന്നും പൊളിയാനൊന്നും പോകുന്നില്ല, ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം. എന്നാലും ഇല്ല, നീ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ, ഞാനല്ലേ പറയണേ. അയാൾക്ക് അഭിനയിച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള എന്നൊക്കെ പറയണം. അങ്ങനെ ശ്രുതി വെള്ളമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ്. പിന്നീട് രേവതിയുടെ അടുത്തേണ്ട സച്ചി പറഞ്ഞു, കിടക്കുന്നില്ലേന്ന് ചോദിക്കുക. കിടക്കണം, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കട്ടിൽ പിടിച്ച് പുറത്തിടാന്ന് പറയാണ്. അത് പുറത്തിടുന്നത് വേറെ എവിടെയാ കിടക്കണേ, കിടക്കാനുള്ള സ്ഥലമില്ലല്ലോ, നമുക്ക് പുറത്തിട്ട് കിടക്കാന്ന് പറയണം. നീ കട്ടിൽ പിടിക്കാൻ പറയണം. അങ്ങനെ കട്ടിലുണ്ട് പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതി ചോദിച്ചു, അല്ല
ഞാൻ എവിടെ കിടക്കും എന്ന് ചോദിക്കാം. ഇവിടെ കിടക്കും. അപ്പൊ സച്ചേട്ടൻ എവിടെ കിടക്കും? നമ്മളിവിടെ കിടക്കും. ഇത് ചെറിയ കട്ടിലല്ലേ, ഇത്ത നമ്മൾ രണ്ടുപേരും എങ്ങനെയാ കിടക്കണമെന്ന് ചോദിക്കാം. കിടന്നാ പോരെ, അതൊക്കെ കാണിക്കാം, നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ രേവതിനെ പിടിച്ച് കട്ടിലിരുത്തി. പിന്നീട് പറഞ്ഞു, കണ്ടില്ലേ എന്ത് സുഖമാണെന്നറിയാം ഇവിടെ ഇങ്ങനെ കിടക്കാനായിട്ട്. മുകളിൽ ആകാശം, താഴെ ഭൂമി. പണ്ട് നേരത്തെ ഞാൻ ഇവിടെ വന്നതിന്റെ സമയത്ത് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ കിടന്നിട്ടുണ്ടെന്നൊക്കെ പറയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ആള് കൊള്ളാലോ എന്നൊക്കെ പറയാണ്. എന്നാ ശരി കിടക്കാന്ന് പറയണം. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഒരു നിലാവ് പോലും ഇല്ലാന്ന് പറയണം, മൊത്തം കൂരി ഇട്ടിട്ടാന്ന് പറയണം. അത് മാത്രല്ല കണ്ടില്ലേ മഞ്ഞ് പെയ്യുന്ന പോലെ ഇല്ലേന്ന് ചോദിക്കുക. ഇങ്ങനെ കിടന്നിട്ടുണ്ട് രാവിലെ ആകുമ്പത്തിന് മിക്കവാറും ജലദോഷം പിടിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞാണോ, അന്ന് അതിൻ്റെ ഒരു വഴിയുണ്ടെന്ന് പറയണേ. എന്ത് വഴി? അതൊക്കെ ഉണ്ട്, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് വലിയൊരു കുട എടുത്തോണ്ട് വരണം. കുട ഇതെന്തിനാ? ഇപ്പൊ നോക്കാൻ പറയണം. അങ്ങനെ കുട ആ കട്ടിന്റെ ക്രാസിയിലേക്ക് എങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിന്റെ ചോട്ട് തല വെച്ച് കിടന്നിട്ടുണ്ടെങ്കിലേ മഞ്ഞൊന്നും നമ്മുടെ തലയിലേക്ക് ഒന്നും വീഴത്തൊന്നുമില്ല. പിന്നെ പുതച്ചു മൂടി അങ്ങോട്ട് കിടന്നാൽ മതി എന്ന് പറയാം. ഷോ അപ്പൊ ഇതൊക്കെ ഓക്കെ, പക്ഷെ നിലാവില്ലല്ലോ എന്ന് പറയണം. വെട്ടമില്ലോ, വെളിച്ചത്തിന് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് ഓണാക്കി. കണ്ടില്ലേ ഈ ഫോൺ ഓണാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വെട്ടത്തിന് വെട്ടമായി. എങ്ങനെയുണ്ട്? കിടക്കാൻ പറയണം. അങ്ങനെ രേവതി സച്ചിയും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുക. രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് എത്രമാത്രം തന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.